നമസ്കാരം. EPS OPS അധികാര തർക്കത്തിൽ വീണ്ടും OPSന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ തമിഴകത്ത് നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഈ പാർട്ടിയുടെ പതാകയും ചിഹ്നവും ഉൾപ്പെടെ ഒ പനീർസെൽവത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മദ്രാസ് ഹൈക്കോടതി ഇന്ന് വിധിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ തമിഴകത്ത് നിലനിൽക്കെ തന്നെയാണ് BJPയുടെ നേതൃത്വത്തിൽ തമിഴകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടുപിടിച്ചിരിക്കുന്നത്. മണ്ഡല അടിസ്ഥാനത്തിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നാളെ മുതൽ തന്നെ ചർച്ചകൾ ആരംഭിക്കുമെന്നുള്ള വിവരമുണ്ട്. സൗത്ത് ചെന്നൈയിലുള്ള നേതാക്കളുമായിട്ടായിരിക്കും ആദ്യം അണ്ണാമലൈ ചർച്ച നടത്തുക. എന്തായാലും 39 ലോക്സഭാ സീറ്റുകളുള്ള തമിഴകം BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനം തന്നെയാണ്. നിലവിൽ ഈ OPS EPS അധികാര തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ NDAയുടെ സഖ്യകക്ഷിയായിരുന്ന AIADMKയുടെ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സംസ്ഥാന BJP നേതൃത്വം സ്വീകരിക്കുക എന്നുള്ള ഒരു വലിയ ആകാംക്ഷ കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും AIADMKയിൽ ഇത്തരത്തിലുള്ള വലിയ ഒരു അധികാര തർക്കവും പ്രതിസന്ധിയും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് സഖ്യ സാധ്യതകൾ BJP തേടാനുള്ള ചില സാധ്യതകൾ കൂടി തമിഴകത്ത് നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. നിലവിലിവിടെ അന്തരിച്ച നടൻ വിജയകാന്തിന്റെ പാർട്ടിയായ DMDK, വൈക്കോയുടെ MDMK എന്നീ പാർട്ടികളുമായി ചർച്ച നടത്താൻ BJPയുടെ സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ രജനീകാന്തിന്റെ ഉൾപ്പെടെയുള്ള വലിയ താരങ്ങളുടെ ആരാധക സംഘടനകളെ ഒപ്പം നിർത്തിക്കൊണ്ട് വോട്ട് തേടുക എന്ന ഒരു പദ്ധതി കൂടി BJPക്ക് മുന്നിലുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. നമുക്കറിയാം, വിജയ് അവിടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അദ്ദേഹം തന്നെ ചില ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രസംഗങ്ങൾ, ചില പരാമർശങ്ങളൊക്കെ തമിഴകത്ത് നടത്തുന്നു. ഇതൊക്കെ വലിയ രാഷ്ട്രീയ ശ്രദ്ധ ദേശീയ തലത്തിൽ പോലും നേടിയെടുക്കുന്നുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടി മത്സരിക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. അദ്ദേഹം സംസ്ഥാന പൊളിറ്റിക്സിൽ മാത്രം നോട്ടമിട്ടുകൊണ്ട് അടുത്ത 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടിയായിരിക്കും സംസ്ഥാനത്ത് സജീവമാവുന്നത്, അല്ലെങ്കിൽ അതായിരിക്കാം ഒരുപക്ഷെ അവരുടെ ആദ്യ വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിജയെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ചർച്ച കൂടി BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനുള്ളിലുണ്ട്. നിലവിൽ വിജയ് മക്കൾ ഇയക്കം ചില സീറ്റുകളും മറ്റും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പിടിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വിജയ് മക്കൾ ഇയക്കം എന്ന വിജയുടെ ആരാധക സംഘടനയെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമാക്കുക എന്ന ഒരു പദ്ധതി കേന്ദ്ര നേതൃത്വത്തിന് ഉൾപ്പെടെ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നമുക്കറിയാം, ഈ OPS EPS അധികാര വടംവലിക്കിടയിൽ EPSനൊപ്പമാണ് എപ്പോഴും കേന്ദ്ര നേതൃത്വം നിൽക്കാറുള്ളത്. പക്ഷെ അണ്ണാമലയ്ക്ക് കുറച്ചെങ്കിലും താല്പര്യമുള്ള ഒരു നേതാവ് ഒ പനീർസെൽവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അണ്ണാമലൈ പലപ്പോഴും അത്തരത്തിലുള്ള ചില പരാമർശങ്ങളും നടത്തുന്നത്. നമുക്കറിയാം, 39 ലോക്സഭാ സീറ്റുകളിൽ 25 ഇടങ്ങളിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള അണ്ണാമലയുടെ പ്രഖ്യാപനം കുറച്ചൊന്നുമല്ല AIADMK ചൊടിപ്പിച്ചത്. എന്തായാലും തമിഴകത്തെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലേക്ക് വേരുറപ്പിക്കുക എന്നത് BJPയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം തന്നെയാണ്. തമിഴകത്തെ നീക്കങ്ങൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വളരെയധികം നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.